നമസ്കാരം. സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിൻ്റെ സഞ്ചാർ സാത്തി മൊബൈൽ ആപ്പ് നിർബന്ധമാക്കുകയാണ്. 90 ദിവസത്തിനുള്ളിൽ എല്ലാ കമ്പനികളും ഇനി നിർമ്മിക്കാൻ ഇരിക്കുന്ന ഫോണുകളിലും ഇതിനോടകം തന്നെ വിപണിയിൽ എത്തിച്ച ഫോണുകളിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളിലും അപ്ഡേറ്റഡ് ആയി സഞ്ചാർ സാത്തി എന്ന ആപ്പ് എത്തുകയും ചെയ്യും. എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ആപ്പ് നിർബന്ധിതമാക്കുന്നത്? നമ്മുടെ രാജ്യത്ത് 140 കോടിയിലേറെ ജനങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ 100 കോടിയിൽ അധികം ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ആണ് എന്നതാണ് കണക്ക്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോക്താക്കൾ ഉള്ളത് നമ്മുടെ രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളുടെയും തട്ടിപ്പിൻ്റെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴും അതിന് തടയിടുക എന്നത് പ്രയാസകരമായി തുടരുകയുമാണ്. ഈ സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിലൊരു നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. എങ്ങനെയാണ് ഈ ആപ്പ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തട്ടിപ്പ് കോളുകൾ ഈ ആപ്പിലൂടെ തടയാം എന്നതാണ്. അതായത് നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പ് അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ വരുന്ന കോളുകളും മെസ്സേജുകളും ടെലികോം വകുപ്പിനെ അറിയിക്കാൻ സാധിക്കും ഈ ആപ്പിലൂടെ. ഇങ്ങനെ അറിയിക്കുന്നതിലൂടെ ഏത് നമ്പറിൽ നിന്നാണോ ഇത്തരത്തിൽ കോളുകളും മെസ്സേജുകളും വരുന്നത് അത് ബ്ലോക്ക് ചെയ്യുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. നിരവധിയായ തട്ടിപ്പുകൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള കോളുകളിലൂടെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴാകട്ടെ നിരവധിയായ ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള തട്ടിപ്പുകൾ നടത്തി വ്യാപകമായി പണം തട്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് തടയിടാൻ ഇതിലൂടെ സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. നിലവിൽ നമുക്കറിയാം, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ പോലീസിൽ പരാതി നൽകിയാൽ അന്വേഷണ സംഘത്തിന് അത് കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമാണ്. മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നവരുടെ ഒരു ശൃംഖല തന്നെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഫോൺ മോഷ്ടാവ് ഉപയോഗിക്കാതിരിക്കാനും അത് ട്രാക്ക് ചെയ്യുവാനും ഈ ആപ്പിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അതിന് നമ്മൾ അപേക്ഷ നൽകേണ്ടതുണ്ട്. അങ്ങനെ അപേക്ഷ നൽകിയാൽ IMEI നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. അതായത് നമ്മുടെ ഫോൺ നഷ്ടപ്പെടുക, ആ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നു. ഒപ്പം ആ ഉപയോഗിക്കുന്ന ആളിൻ്റെ സേവനങ്ങൾ ബ്ലോക്ക് ചെയ്യുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാകാം, ആ ഫോൺ തിരികെ ലഭിച്ചാൽ ഈ സേവനങ്ങൾ ലഭ്യമാകുമോ എന്നത്. ഈ സേവനങ്ങൾ എല്ലാം തിരികെ ഫോൺ ലഭിച്ചാൽ ലഭ്യമാകും. അതായത് നിലവിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ബ്ലോക്ക് നീക്കാൻ ഈ ആപ്പിലൂടെ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് നേരത്തെ സൂചിപ്പിച്ചു, ലോകത്ത് തന്നെ ഏറ്റവും അധികം മൊബൈൽ ഉപയോക്താക്കൾ ഉള്ള രാജ്യമാണ് നമ്മുടേത് എന്ന്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് മൊബൈൽ യൂസേഴ്സ് വ്യത്യസ്തമായ സിമ്മുകളിലൂടെ വ്യത്യസ്തമായ കണക്ഷനുകളിലൂടെയാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം സിം കാർഡുകളും ഒന്നിലധികം കണക്ഷനുകളും ഒക്കെ ഉണ്ട് എന്നതും നമുക്കറിയാം. ഇതിനിടയിൽ വ്യാജ കണക്ഷനുകൾ ഉണ്ട് എങ്കിൽ തിരിച്ചറിയുക എന്നത് പ്രയാസകരമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ അറിയാതെ എൻ്റെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ ഫോൺ നമ്പർ തരപ്പെടുത്തിയാൽ അത് തടയുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ആരെങ്കിലും മറ്റു മൊബൈൽ കണക്ഷനുകൾ എടുത്തിട്ടുണ്ടോ എന്ന് ഈ ആപ്പിലൂടെ പരിശോധിക്കാൻ സാധിക്കും. IMEI പരിശോധന സാധ്യമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. അതായത് നമ്മുടെ രാജ്യത്ത് മൊബൈൽ ഫോൺ ഉപഭോക്താക്കളിൽ പലരും സെക്കൻഡ് ഹാൻഡ് വിപണിയെ ആശ്രയിക്കുന്നവർ ആണ്. വില കൂടിയ ഫോണുകൾ പുതിയത് വാങ്ങാൻ സാധിക്കാത്തവർ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ലഭിക്കുന്ന മുന്തിയ ഫോണുകൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാറുണ്ട്. എന്നാൽ ഈ ഫോണുകൾ നേരത്തെ ആരാണ് ഉപയോഗിച്ചിരുന്നത് എന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ ഉപയോഗിച്ചിരുന്ന ആൾ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നോ എന്നതും അറിയാൻ സാധിക്കില്ല. ഇങ്ങനെയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വാങ്ങുന്ന സെക്കൻഡ് ഹാൻഡ് ഫോൺ മുമ്പ് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതാണോ എന്ന് അറിയാൻ സാധിക്കും. ഫോൺ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവയുടെ IMEI നമ്പർ പരിശോധിച്ച് ഫോൺ വാലിഡ് ആണോ എന്ന് ഉറപ്പുവരുത്താം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മൊബൈൽ ആപ്പിൻ്റെ മറ്റൊരു ഗുണം എന്നത്
രാജ്യാന്തര കോളുകളെ തടയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശ കോളുകൾ ലഭിക്കുന്നത് ഇപ്പോൾ പതിവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തിക തട്ടിപ്പിന് അടക്കം ഉപയോഗിക്കുന്നത് വിദേശത്ത് നിന്നുള്ള കോളുകൾ ആണ്. ഇന്ത്യൻ നമ്പറിൽ ആയിരിക്കും ഈ കോളുകൾ വരുന്നത്. ഇങ്ങനെയുള്ള കോളുകൾ ലഭിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്താൽ അത് തടയുവാനുള്ള സംവിധാനവും ഈ ആപ്പിലൂടെയുണ്ട്. ഇതുകൊണ്ടാണ് നിർബന്ധമായും മൊബൈൽ കമ്പനികൾ 90 ദിവസത്തിനകം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു.